ഇവിടെ വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. നമ്മൾ കേറിയപ്പോ ഉള്ളതുപോലെ തന്നെ. പോയിച്ചു വരട്ടെ സാറേ. ഞാൻ വിചാരിച്ച 6 മാസം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുമെന്ന്. നിനക്കെന്താണ് ഒരു മൗനം? ജയിലിൽ വിട്ട് പോകുന്നതിന്റെ ദുഃഖം? എടാ, സമൂഹത്തിൽ നിലയും വിലയും ഉണ്ടാവണമെങ്കിൽ ജയിലിൽ കിടക്കണം. പലരും മഹാന്മാരായത് തന്നെ അങ്ങനല്ലേ? നീ എന്താണ് ഒന്നും മിണ്ടാത്തത്? ഇനി എന്താ നിന്റെ ഉദ്ദേശം? അങ്ങനെ വഴിക്ക് വാ. ഇനി നമ്മുടെ മുന്നോട്ടുള്ള ഓരോ ചുവടുകളും വളരെ ശ്രദ്ധിച്ചായിരിക്കണം. അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ മാക്സിമം ശ്രമിക്കണം. ഉദാഹരണത്തിന്, അന്ന് നമുക്ക് പറ്റിയ മണ്ടത്തരം, വീടിന്റെ ഗേറ്റിലെ നായ് ബോർഡ് ശ്രദ്ധിക്കാതിരുന്നാൽ ഇനി അത് ഉണ്ടാവാൻ പാടില്ല. ഈ 6 മാസം നിന്നെ പോലെ താടി വളർത്തിയ സമയം കളയല്ലായിരുന്നു ഞാൻ. വളരെയധികം കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. എന്റെ ലിസ്റ്റിൽ അടുത്തത് ഈ സിറ്റിയിലെ ഏറ്റവും വലിയ കള്ളപ്പണക്കാരനായ അലുവാസേട്ടന്റെ വീടാണ്. അവിടെ ആവുമ്പോൾ പട്ടിയുടെ ശല്യമില്ല. ഇന്ന് തന്നെ ആവാല്ലേ? ഇല്ല, ഞാൻ ഇനി ഒന്നിനുമില്ല. ഇതുവരെ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷയായിട്ട് ഞാൻ ഈ 6 മാസത്തെ കണക്കായിക്കോളാം. ഇനിയെങ്കിലും എനിക്ക് മര്യാദ ജീവിക്കണമെന്നുണ്ട്. അതെ, ഇത്രയും കാലം നമ്മൾ ഡബിൾസ് കളിച്ചില്ലേ, ഇനി സിംഗിൾസ് കളിക്കാം. ഇറങ്ങിയില്ല, അതിനു മുമ്പേ തമാശ തുടങ്ങി. ഞാൻ സീരിയസാ. നമ്മൾ ഇവിടെ വെച്ച് പിരിയുന്നു. ഇന്ന് മുതൽ നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. നീ ഇടത്തോട്ടാണെങ്കിൽ ഞാൻ വലത്തോട്ട്, അല്ല തിരിച്ചാണെങ്കിൽ അങ്ങനെ. അപ്പൊ നമ്മൾ പിരിയാണല്ലേ? നിനക്ക് വിഷമമില്ലേ? ഇല്ല, നമ്മൾ ഒരുമിച്ച് നിന്നപ്പോഴൊക്കെ കുഴപ്പങ്ങളിൽ ചെന്ന് ചാടിയിട്ടുള്ളൂ. നീ ഇവന് നല്ല വഴിക്ക് ജീവിക്കാൻ നോക്ക്. ശരിയല്ലേ? ഗുഡ് ലക്ക്. ഇന്ന് വരുമെന്ന് എനിക്കറിയായിരുന്നു. വാങ്ങിച്ചോളൂ. അല്ല, ഞാൻ വേണ്ട, ഇപ്പൊ ഒന്നും പറയണ്ട. എല്ലാം എനിക്കറിയാം. എന്റെ ഈശോയെ, ഇത് എന്ത് ബാൻഡാണ്? അവിടെ ഇവിടെ പിടിക്കണല്ല പണ്ടാരം. നീയാണാ? നീ ഇതെപ്പോഴിറങ്ങി? ഇന്ന് രാവിലെ. ഈ താടിയും മീശയും ഒക്കെ വളർത്തിയ ഒരുമാതിരി പിച്ചക്കാരനെ പോലെ ഉണ്ടല്ല. കാണാൻ നല്ല ശേലാണ് കേട്ടാ. മറ്റവൻ എന്തിയെ? അകത്ത് തന്നെയാണ്? അല്ല, വിട്ടു. ഞങ്ങള് 2 വഴിക്ക് പിരിഞ്ഞു. ഇത് പണ്ടേ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ല. നീ മുറിയിലോട്ടല്ലേ, ഞാൻ ഉണങ്ങി തുണി എടുക്കാൻ പോണേണ്. എന്നിട്ട് വേണേ കളസറായി ഒന്ന് മാറ്റാൻ. ഞാൻ അങ്ങോട്ട് വരണുണ്ട് കേട്ടാ. ക്ഷമിക്കണം. അമ്മയുടേതാണെന്ന് മനസ്സിലായതുകൊണ്ടാ ഞാനിത് പൊട്ടിച്ചത്. കത്ത് ചാക്കുണ്ണിയുടെ കയ്യിൽ അങ്ങോട്ട് കൊടുത്തയക്കണമെന്ന് വിചാരിച്ചതാ. പിന്നെ തോന്നി എന്തിനാ സേതുവിനെ വിഷമിപ്പിക്കുന്നെന്ന്. മാസമായി അമ്മയ്ക്ക് കാശ് അയച്ചിട്ട്. പട്ടിണി കിടന്നിട്ടാണെങ്കിലും ഒരിക്കലും ഞാനത് മുടക്കാത്ത. ഇതാ സേതുവിന്റെ അമ്മയ്ക്ക് അയച്ച മണി ഓർഡറിന്റേതാ. 1 മാസം പോലും മുടക്കിയിട്ടില്ല. ഇപ്പൊ തന്നെ ഒരുപാട് പണം ഞാൻ രത്നയ്ക്ക് തരാനുണ്ട്. ഇങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നതിൽ എനിക്ക് വേണ്ട.
ഒന്നും പറയണ്ട. കഴിഞ്ഞ എല്ലാം മറക്കണം. ഇനിയെങ്കിലും ഒരു ജോലിക്ക് ശ്രമിച്ചൂടെ? എന്ത് കിട്ടിയാലും മടിക്കരുത്. രത്ന പറഞ്ഞാ ശരി. ഒരു പുതിയ അധ്യായം എന്നൊക്കെ പറയില്ലേ, ഞാൻ ഇനി അതിനു വേണ്ടിയാ ശ്രമിക്കുന്നു. ഇവൻ ഭാര്യമർദ്ദിനിയാണ്. നീരങ്ങ് പിടിപ്പിച്ചേ. വേണ്ട കൊണ്ടേട്ടാ, മനസ്സിനൊരു സുഖമില്ല. അതിനാണ് ഈ സാധനം, സർവദുഃഖ സംഹാരിണി. എല്ലാ ദുഃഖവും മറക്കാനായിട്ട് കർത്താവ് കണ്ടുപിടിച്ച ആനാം വെള്ളമാണ് ഇവള്. നീ പിടിപ്പീര്. ഏയ്, എന്തായാലും എനിക്കൊന്നും വേണ്ട. നീ മോങ്ങണ്ട, നിനക്ക് നല്ലൊരു ജോലി ശരിയാവും. ജോലിക്ക് വേണ്ടി എവിടെയെങ്കിലും ചെന്നാ കാണിക്കാൻ ഒരു ഡിഗ്രിയോ സർട്ടിഫിക്കറ്റോ വേണ്ടേ? നീ VA വരെ പോയിട്ട് സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയില്ലേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ അതൊന്നും കിട്ടില്ല ചാക്കുണ്ണിയേട്ടാ. സർട്ടിഫിക്കറ്റിലൊന്നും ഇപ്പൊ വലിയ കാര്യമൊന്നുമില്ല. അതൊക്കെ പണ്ടായിരുന്നു. നമ്മുടെ പാപ്പച്ച മുതലാളിയില്ലേ, നീയൊക്കെ പഠിച്ചിരുന്ന പോലത്തെ 10 കോളേജുകൾ വിലയ്ക്ക് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. 2ാം ക്ലാസ്സും ഡ്രില്ലുമാണ്. പുള്ളിക്കാരന്റെ കയ്യിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു തന്നാ മതിയാ. നീ എന്താടാ പിന്നെ അണ്ടികളഞ്ഞ അണ്ണാനെ പോലിരിക്കണത്? ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റുവാന്ന്? അതിന് എവിടുന്ന ചാക്കുണ്ണിയുടെ സർട്ടിഫിക്കറ്റ്? ആ, നീ ഇവിടെ ഇരി, ഞാൻ ദേ വന്നു. ഈശോയേ. വീട്ടിൽ ചെന്ന് അമ്മയെ കണ്ടിട്ട് വേണം എസ്റ്റേറ്റിലേക്ക് പോവാൻ. അവിടെ ചെന്ന ഉടനെ ഞാൻ എഴുതാം. പോട്ടെ. ശരി. ആരാ രത്നമ്മ? ഞാനാ. വേറെ കത്തുണ്ട്. പ്രിയപ്പെട്ട രത്നയ്ക്ക്, എഴുതാൻ വൈകൽ ക്ഷമിക്കണം. ജോലിയിൽ ചേർന്ന് സ്വസ്ഥമായിട്ടാവാം എന്ന് കരുതിയത് കൊണ്ടാണ് താമസിച്ചത്. ചാക്കുണ്ണിയേട്ടന്റെ ബന്ധു വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്. ചാക്കുണ്ണിയേട്ടനോട് എന്റെ പ്രത്യേക അന്വേഷണം പറയണം. തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട് എനിക്ക് ആ മനുഷ്യനോട്. ആരുടെ എഴുത്താണ്? സേതുന്റെയാണ്. പ്രത്യേകം അന്വേഷിച്ചിട്ടുണ്ട്. അതെനിക്കറിയാം. അവൻ സ്നേഹമുള്ളവനാണ് കേട്ടാ. കർത്താവ് എപ്പോഴും പറയാറുള്ള പോലെ, നമ്മൾ അന്യരെ സ്നേഹിച്ച അന്യര് നമ്മളെ സ്നേഹിക്കും. മതി മതി. തന്നെ കാണാൻ എനിക്ക് കൊതിയാവുന്നു. ലീവ് കിട്ടിയാൽ ഉടനെ ഞാനവിടെ എത്തും. കത്ത് ചുരുക്കുന്നു എന്ന് സ്വന്തം ചെയ്തു. മേൽവിലാസം ഒന്നും എഴുതിയിട്ടില്ലല്ലോ. അതെ, ചിലപ്പോഴേ താമസിക്കാൻ ഇടം കിട്ടി കാണൂല, അതുകൊണ്ടായിരിക്കും. ആ, ഏതായാലും പച്ച പിടിച്ചല്ല, ഞാൻ പോയി തുണി തിരുമ്പി വെച്ചും വരാം. എന്റെ ഈശോയെ, എപ്പ തുണി തൊട്ടാലും അപ്പ തുടങ്ങും മഴ.